ഇന്ന് ഉദ്ഘാടനം ചെയ്ത പെരുമ്പളം പാലം എത്ര കോടിക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്? 100 കോടിക്ക്. എത്ര പേർക്കാണ് അതിന് ആനുകൂല്യം ലഭിക്കുക? 12,000 മനുഷ്യർക്ക് കണ്ട് ഇത് കിട്ടത്തുള്ളൂ. തുരുത്തിലുണ്ടായിരുന്ന കുറച്ച് മനുഷ്യരാ, പാവപ്പെട്ട മനുഷ്യരാ. പക്ഷെ അവർക്ക് 100 കോടി. ഏതാ ഫണ്ട്? കിഫ്ബി ഫണ്ട്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തതാ എങ്ങനെയാ ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി. ആ കിഫ്ബി വേണ്ടെന്ന് വെച്ച സർക്കാരാ. ഈ പണം കിഫ്ബിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റൂ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി? ഇത് എവിടെ നിന്ന് ഈ പണം വരും സാർ? എങ്ങനെ ഈ ഗ്യാരണ്ടി നടപ്പാക്കും സാർ? ഇത് കേരളത്തിന് ആവശ്യമുള്ളതാണോ? ഇതാണോ കൊട്ടിഘോഷിച്ച് ഗ്യാരണ്ടി എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഈ ഗ്യാരണ്ടി യഥാർത്ഥത്തിലൊരു കോമഡി പ്രഖ്യാപനം മാത്രമായിപ്പോയി എന്നുള്ളതാണ് മിനിമം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കുറച്ചുകൂടി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്കീം കൊണ്ടുവരേണ്ടിയിരുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല എന്നതാണ് ഒടുവിൽ ഈ പ്രഖ്യാപനം. തർജ്ജമയോ പോകട്ടെ, തർജ്ജമയ്ക്ക് സമാനമായ രീതിയിൽ ഇത് മാറി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ എനിക്കറിയാം, കുറച്ചധികം സമയം ഞാൻ എടുത്തു. മോദി പിണറായിയെ നിയന്ത്രിക്കുന്നു എന്നാണല്ലോ ഇന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ മോദി സർക്കാരിനെതിരെ പാസ്സാക്കിയ എത്ര പ്രമേയങ്ങൾ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റും? ഞാൻ 2019 മുതൽ എണ്ണി നോക്കുമായിരുന്നു. നിയമസഭയിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവുമായിട്ടുള്ള നയങ്ങൾക്കെതിരെ കൊണ്ടുവന്നത് 7 പ്രമേയങ്ങളാണ്. 7 പ്രമേയങ്ങൾ കേരളത്തിലെ നിയമസഭ പാസാക്കി. മോദി നിയന്ത്രിക്കുന്ന പിണറായി സർക്കാരാണോ മോദി സർക്കാരിനെതിരെ 7 പ്രമേയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്? 2019 പൗരത്വ നിയമ ഭേദഗതി, 2020 കേന്ദ്രത്തിന്റെ കർഷക നിയമങ്ങൾക്കെതിരെ കേരള സർക്കാർ പാസാക്കിയ നിയമസഭയിലെ പ്രമേയം, 2023 യൂണിഫോം സിവിൽ കോഡിനെതിരെ, 2024 കേന്ദ്ര നയത്തിന്റെ ഞെരുക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കെതിരെ, 2024 ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ പ്രഖ്യാപനത്തിനെതിരെ, 2024 തന്നെ വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ, ഇങ്ങനെ തുടർച്ചയായി കേരളം കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒടുവിൽ കേരളം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ പൗരത്വ നിയമ ഭേദഗതിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ വിഭാഗീയമായ നിയമനിർമ്മാണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വന്തം നിയമനിർമ്മാണം നടത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റേത് സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട് സാർ? മറ്റേത് സംസ്ഥാനം പാസ്സാക്കിയിട്ടുണ്ട്? മറ്റേത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം പാസ്സാക്കിയിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ കൊടുത്ത PMC പദ്ധതി വാങ്ങി കൃത്യമായി സ്വന്തം അക്കൗണ്ട് വീർപ്പിച്ച കോൺഗ്രസ് അല്ലേ രാജസ്ഥാൻ ഭരിച്ചത്? അതേ കോൺഗ്രസ് അല്ലേ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നത്? അതേ കോൺഗ്രസ് അല്ലേ കർണാടകയിൽ ഉണ്ടായിരുന്നത്? എന്നിട്ട് PMCയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ് ഇതാ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് മോദിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി.